വെൽക്കം ബാക്ക് ഷെഫ് നിബു റെസിപ്പിയിലേക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കള്ള് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കള്ള് ഭയങ്കര പാടല്ലേ, കാരണം ബുദ്ധിമുട്ടല്ല, ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പക്ഷേ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന കള്ള് എന്ന് പറഞ്ഞാൽ അപ്പത്തിന് പുളിപ്പ് കിട്ടാനും അപ്പത്തിന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ബെസ്റ്റ് കള്ള്. അതായത് നിങ്ങൾ സാധാരണ കള്ളപ്പം ഉണ്ടാക്കുമ്പോൾ വെളിയിൽ നിന്നാണ്, നമ്മൾ ഷോപ്പുകളിൽ നിന്നാണ് കള്ള് മേടിക്കുന്നത്. ആ കള്ള് എന്തോരം നല്ലതാണ്, ഹൈജീനിക് ആണ് എന്നൊക്കെ നമുക്ക് സംശയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ അപ്പത്തിന് ബെസ്റ്റ് ആയിട്ടുള്ള കള്ള് ഉണ്ടാക്കാനുള്ള മെത്തേഡ് ഞാൻ ഇന്നത്തെ ടിപ്സ് ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ അതെങ്ങനെയാണ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളും വീടുകളിൽ ട്രൈ ചെയ്യുക. അപ്പൊ അപ്പം ഉണ്ടാക്കുമ്പോൾ ഇത് അപ്പം ബെസ്റ്റ് ആയിരിക്കും, അപ്പത്തിന് ടേസ്റ്റും ഉണ്ടാവും, നല്ല മയമാണ് ഇങ്ങനെ ഉണ്ടാക്കി കള്ളി ചേർക്കുമ്പോഴേക്ക്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് തേങ്ങ എടുത്ത് പൊട്ടിച്ച് ഇതിലെ വെള്ളം എടുക്കാം. ഞാനൊരു 3-4 തേങ്ങ എടുത്തിട്ടുണ്ട്. ആ 3-4 തേങ്ങ വെള്ളം നമുക്ക് എടുക്കാം. ഇതുപോലെ അങ്ങ് എടുക്കാം. ഇപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാ വെള്ളത്തിൽ കരടുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു അരിപ്പ് വെച്ചൊന്ന് അരിച്ചെടുക്കാം കരട്. ഇപ്പം നമ്മൾ തേങ്ങാ വെള്ളം അരിച്ചു വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമ്മളൊരു 3 സ്പൂൺ ഷുഗർ ആഡ് ചെയ്യണേ, കാരണം ലൈറ്റായിട്ട് മധുരം വേണമല്ലോ. ശേഷം ഒരു 1/4 സ്പൂൺ ഈസ്റ്റും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്യുക. ഇപ്പം നല്ലോണം ഇത് മിക്സായി, ഷുഗറൊക്കെ നല്ലോണം മിക്സായി. നമുക്കിതിനെ ഒരു ബോട്ടിലേക്ക് ആക്കി വെക്കാം. നമുക്ക് ഒരടപ്പ് വെച്ച് ഇതങ്ങ് സീൽ ചെയ്യാം. എന്നിട്ട് ഇത് എയർ പോകാതിരിക്കുന്ന ടൈറ്റായിട്ട് നമുക്കൊന്ന് സീൽ ചെയ്തും കൂടെ വെക്കാം. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സീൽ ചെയ്ത് വെച്ചാൽ മതിയേ, വലുതായിട്ടൊന്നും വേണ്ട, ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് സീൽ ചെയ്ത് വെക്കാം. ഇപ്പം നമ്മളിത് സീൽ ചെയ്ത് വെച്ചു. ഇനി ഇത് നമുക്ക് ഒരു തണുപ്പില്ലാത്ത സ്ഥലം, അതായത് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു സ്ഥലത്ത് തന്നെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കണം. ഇപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ കിച്ചണിൻ്റെ കബോർഡിൻ്റെ അകത്ത് തന്നെയാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഇന്ന് നാളെ മറ്റന്നാൾ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് വെക്കാം. അപ്പോൾ ഇത് കറക്റ്റ് ഫെർമെൻ്റ് ആയിട്ട് നല്ല കറക്റ്റ് പാകത്തിനുള്ള ഒരു കള്ളായി മാറിയിരിക്കും. അപ്പം നമ്മളത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു 2 ദിവസമെങ്കിലും ഇരിക്കണം. കാരണം 2 ദിവസം വേണ്ട, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 15 മണിക്കൂർ 16 മണിക്കൂർ മതി എന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും നാളെ ഒരു ദിവസം കൂടെ വെച്ച് മറ്റന്നാൾ തുറക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പം നല്ല സൂപ്പറായിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കള്ള് നമുക്ക് കിട്ടും. ഇത് വെച്ച് നിങ്ങൾ അപ്പം ഉണ്ടാക്കിയ അപ്പം നല്ല മയമായിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന കള്ളിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ടേസ്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്യുക. നമുക്ക് അത് കഴിഞ്ഞ് കള്ള് തുറന്ന ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നമ്മുടെ കള്ള് റെഡി ആയിരിക്കുകയാണ്. ഞാനിപ്പോൾ നോക്കുമ്പോൾ നല്ല കളറായിട്ട് വൈറ്റ് കളറായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല സൂപ്പർ മധുരക്കളായി, കാരണം മധുരം ഞാൻ ആവശ്യത്തിന് ചേർത്തായിരുന്നു. ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. സീലൊക്കെ ഒന്ന് പൊട്ടിച്ച് ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഒരു ഗ്യാസൊക്കെ പോയി. നല്ല മണമാണ്, നല്ല സൂപ്പർ കള്ളിൻ്റെ മണമാണ് കേട്ടോ, നല്ല കള്ളിൻ്റെ മണമാണ് ഇത്. ഇനി നമുക്കൊന്ന് ഗ്ലാസ്സിൽ ഒഴിച്ച് നോക്കാം. ഒന്ന് ഇച്ചിരി ടേസ്റ്റും ചെയ്ത് നോക്കാമല്ലേ, എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തെങ്ങുകളിനെ മാറ്റി നിർത്തും കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ സാധനം. ഇത് വെച്ച് നിങ്ങൾ അപ്പം ഉണ്ടാക്കണം. അപ്പം ഉണ്ടാക്കിയിട്ട് സൂപ്പറായിരിക്കും, ഞാൻ 100% ഗ്യാരണ്ടിയാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് ഇടണം. അതുപോലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ. ആരെങ്കിലും ചെയ്യാത്തുണ്ടെങ്കിൽ അത് ചെയ്യണം. ഇതുപോലെയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഇതുണ്ടാക്കി അപ്പം ഉണ്ടാക്കിയിട്ട് അപ്പത്തിൻ്റെ മയം ടേസ്റ്റ് എല്ലാം കമൻ്റായിട്ട് തന്നെ ഇടണം. അപ്പം നമുക്ക് അടുത്ത കുക്കിംഗ് ക്ലാസ്സിൽ കാണാം.